ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാൽ മൈസൂർ പാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ പാൽ മൈസൂർ പാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ്. അപ്പോൾ ആ പാൽപ്പൊടി നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാൽപ്പൊടിയുടെ കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ കടലമാവ് കൂടിയാണ്. അപ്പോൾ കടലമാവും ചേർക്കുകയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. അപ്പോൾ നമ്മൾ ഇച്ചിരി മധുരം തയ്യാറാക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തേക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ നെയ്യെല്ലാം ഈ മാവിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 600 ഗ്രാം അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 400 ഗ്രാം ഉണ്ട്, കൂടെ തന്നെ ഒരു 200 ഗ്രാം കൂടി, അങ്ങനെ മൊത്തം ഒരു 600 ഗ്രാം അളവിൽ പഞ്ചസാര ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കുകയാണ്. ഇതിപ്പോൾ ചെറിയൊരു ഗ്ലാസ്സാണ്, അതിൻ്റെ പേരിലാണ് നിറയെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ചിട്ട് വരുന്നത് മാത്രമല്ല, ഒരു നൂൽ പരുവം നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രിങ് ഇങ്ങനെ വരണം, ഒരു നൂല് പോലെ ഇങ്ങനെ വരണം. നമ്മുടെ ഈ ഷുഗർ സിറപ്പെല്ലാം ഇപ്പോൾ ഒരു സ്ട്രിങ് അളവിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് മിക്സായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പാച്ചില വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താലും മതിയാവും. നല്ല സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം, പെട്ടെന്ന് കട്ടയൊന്നും കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇനി ഒരു മീഡിയം ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാവൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് കളർ മാറിയിട്ട് പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഒന്ന് വെച്ചിരിക്കണം. അതിനുശേഷം എപ്പോഴും ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ല നമ്മളിപ്പോൾ സ്റ്റീലിലെ കടായിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആകെ ഒരു 20 മിനിറ്റാണ് നമുക്ക് ഈ നമ്മുടെ ഈ പാൽ മൈസൂർ പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 50 ഗ്രാം അളവിൽ നെയ്യാണ്. ആകെ മൊത്തം നമ്മൾ 100 ഗ്രാം അളവിൽ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 50 ഗ്രാം അളവിൽ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ നെയ്യെല്ലാം ഈ മാവ് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വലിച്ചെടുക്കും. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പകുതി അളവിലാകുമ്പോഴത്തേക്കും വീണ്ടും ബാക്കി ഒരു 50 ഗ്രാം കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇടയ്ക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. ആദ്യമായിട്ടാണ് ഇതുപോലൊരു പാൽ മൈസൂർ പാക്ക് തയ്യാറാക്കുന്നതെങ്കിൽ കൂടി പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് എടുക്കുന്ന ആ ടൈമാണ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ പഞ്ചസാരയിലെ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് വരണം. എന്നിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഈ സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു നൂലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആ ഒരു ടൈമിൽ നമ്മളിത് എടുക്കരുത്. എങ്കിൽ പിന്നെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഉറഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അതിങ്ങനെ സ്റ്റിക്കി ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയല്ല നമുക്കിത് കിട്ടേണ്ടത്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിങ്ങനെ പൊടിഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. നല്ല കട്ടിയായിട്ട് ഉണ്ടാവണം. ആ കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് നല്ല തിക്കായിട്ട് വേണം വരാനായിട്ട്. കൂടെ തന്നെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ബ്രൗൺ കളർ, ഒരുപാട് നല്ല ബ്രൗൺ കളർ ആകരുത്. എങ്കിൽ പിന്നെ മാവ് കരിഞ്ഞിട്ട് പോകുമ്പോഴാണ് അങ്ങനത്തെ ഒരു കളർ വരുന്നത്. ഒരു ഗോൾഡൻ കളറിൽ നിന്നും ഒരല്പം കൂടി കളർ വരണം. മാവെല്ലാം ഇത്രയും കട്ടിയായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അത് സെറ്റ് ചെയ്യേണ്ട ഒരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ആ ട്രേയിൽ
ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നെയ്യൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇളകി വരുള്ളൂ. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അത് ചെയ്തേക്കണം. ഇനി അതിലേക്ക് നമ്മുടെ പാൽ മൈസൂർ പാക്കിൻ്റെ മിക്സ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു സ്പാച്ചിലയുടെ അടിയിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഒരു 5 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട. 5 മിനിറ്റിന് മുമ്പ് തന്നെ നമ്മളിത് ഏത് ഷേപ്പിലാണോ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ആ ഷേപ്പിലേക്ക് നമ്മൾ ഒരു കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ നല്ല ചൂട് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കത്തി കൊണ്ട് നമ്മൾ വരഞ്ഞു കൊടുത്ത് നമ്മുടെ കറക്റ്റ് ഡിസൈനിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തേക്കണം. നമ്മുടെ പാൽ മൈസൂർ പാക്കെല്ലാം ഇപ്പം നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തു നിന്നെല്ലാം വാങ്ങി കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ മൈസൂർ പാക്ക് എന്നേ ഞാൻ പറയുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും വിശേഷിച്ച് പോകുകയാണെന്നുണ്ടെങ്കിലോ ആർക്കെങ്കിലുമൊക്കെ മധുരം കൊണ്ടുപോകണം തോന്നുമ്പോഴൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉറപ്പായിട്ടും തയ്യാറാക്കി കൊണ്ടുപോകും. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽ മൈസൂർ പാക്കാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളിത് തയ്യാറാക്കുന്നതിന് കൂടി പോലും ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് പാൽ മൈസൂർ പാക്ക് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.